എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി 9-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. പെട്ടകത്തിൽ നിന്നും പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ശേമും ഹാമും യാഫേത്തുമായിരുന്നു. ഹാം എന്നവനോ കനാന്റെ പിതാവ്. ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ. അവരെക്കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. പ്രളയത്തിന് ശേഷമുള്ള ലോകത്തിൽ ദൈവത്തിൻ്റെ പരിപാടികൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ചതനുസരിച്ച് വീണ്ടും സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ലോകത്തിൽ നിറയുക എന്ന ആ പദ്ധതി ശേമിലൂടെയും ഹാമിലൂടെയും യാഫത്തിലൂടെയും ദൈവം നിറവേറ്റുകയാണ്. ഇവർക്ക് ജനിച്ച സന്തതി പരമ്പരകളിലൂടെ ലോകത്ത് വീണ്ടും ധാരാളം മനുഷ്യരുണ്ടായി. വ്യത്യസ്ത ജനവിഭാഗങ്ങളുണ്ടായി. അതിനെക്കുറിച്ചുള്ള ചുരുക്കം വിവരണമാണ് ഉൽപ്പത്തി 10-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. നമ്മളത് തുടർന്ന് കാണുന്നുണ്ട്. ടേബിൾ ഓഫ് നേഷൻസ് എന്ന പേരിൽ വളരെ പ്രസിദ്ധമായ അധ്യായമാണ് ഉൽപ്പത്തി 10-ാം അധ്യായം. അപ്പം അങ്ങനെ ലോകത്തിൽ മനുഷ്യൻ പെരുകിയ ആ ചരിത്രം പറയുന്നതിന് മുമ്പ് നോഹയുടെ 3 മക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സംഭവങ്ങൾ എടുത്ത് പറഞ്ഞു പോവുകയാണ് ഇവിടെ മോശെ ചെയ്യുന്നത്. നോഹയുടെ മകനായ ഹാമിനെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ ഒരു പ്രത്യേക പരാമർശം അവിടെ നടത്തുന്നുണ്ട്. ഹാം എന്നവനോ കനാന്റെ പിതാവ് എന്ന് പറയുക. എന്തിനാണ് ഈ കനാൻ എന്ന് പറയുന്ന ഹാമിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഈ നോഹയുടെ 3 മക്കളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കനാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക സംഭവം തുടർന്ന് നടക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെയും അടിസ്ഥാനത്തിൽ നോഹയുടെ 3 മക്കൾക്കും നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അവരുടെ ഭാവി ചരിത്രത്തിലെ ഭാഗധേയത്വം നിശ്ചയിക്കുന്ന ഒരു സംഭവമായിട്ട് ആ സംഭവം മാറുന്നു. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി ഒരു ആമുഖമായിട്ടാണ് ഈ ഹാം എന്നവനോ കനാന്റെ പിതാവ് എന്ന് എടുത്തു പറഞ്ഞ് മുമ്പോട്ട് പോകുന്നത്. പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയും കുടുംബവും അവരുടെ ഉപജീവന മാർഗത്തിനായി കൃഷി ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. പ്രളയത്തിന് മുമ്പും നോഹ ഒരു കർഷകനായിരുന്നിരിക്കണം. അദ്ദേഹം സ്വാഭാവികമായിട്ടും പെട്ടകത്തിൽ നിന്നിറങ്ങി ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് കൃഷിയാണ്. ആ കൃഷി ചെയ്യുന്ന കൂട്ടത്തിൽ പലതരത്തിലുള്ള മരങ്ങളും സസ്യങ്ങളും ഒക്കെ നോഹ കൃഷി ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുന്തിരിത്തോട്ടം കൂടി നോഹ നട്ടുപിടിപ്പിക്കുകയാണ്. മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന മുന്തിരി കൊണ്ട് സ്വാഭാവികമായിട്ടും അവർ വീഞ്ഞ് ഉണ്ടാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാം. വീഞ്ഞ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നോഹയെ പോലെ നീതിമാനായ ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി വീഞ്ഞുണ്ടാക്കിയ ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ വലിയ വിഷമമൊന്നും തോന്നേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വീഞ്ഞും മദ്യവുമായിട്ടും അന്നത്തെ ഈ വീഞ്ഞിനെ താരതമ്യം ചെയ്യുമ്പോഴാണ് പ്രശ്നം. അങ്ങനെ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അന്നത്തെ ഈ വീഞ്ഞ് എന്ന് പറയുന്നത് ഇന്ന് ഉള്ളതുപോലെയുള്ള ആൽക്കഹോളിക് കണ്ടന്റ് അത്രമാത്രമുള്ള ഒരു ദ്രാവകമല്ല, ഒരു പാനീയം ആയിരുന്നില്ല. കാരണം ഇന്ന് ഈ ഡിസ്റ്റിലറീസ് കണ്ടുപിടിച്ചതിനെ തുടർന്നാണ് ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സ് തുടങ്ങുന്നത്, വാറ്റ് തുടങ്ങുന്നത്. ഈ വാറ്റ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് കൂടുതൽ ലഹരി ആ പാനീയത്തിന് ഉണ്ടാകാനായിട്ട് പോകുന്നത്. അല്ലാതെ സ്വാഭാവികമായിട്ടും പഴങ്ങൾ കെട്ടിവെച്ച് പുളിപ്പിച്ച് എടുക്കുന്ന ആ പാനീയത്തിന് വലിയ ലഹരിയൊന്നുമില്ല. അത് ശരീരത്തിന് ഹാനികരമായ ഒരു ലഹരി അതിനുണ്ടാവുക സാധ്യമല്ല. ഇവിടെ നോഹയുടെ കാര്യത്തിൽ സംഭവിച്ചത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിച്ച കൂട്ടത്തിൽ അവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായി തന്നെ ഉള്ള ഒരു പാനീയം എന്ന നിലയിൽ വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുകയാണ്. പക്ഷെ നോഹയ്ക്ക് പറ്റിയ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പ്രളയത്തിന് മുമ്പ് ഭൂമിയിലെ കാലാവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടായിരുന്നു. ഭൂമിയിൽ ഈ ഉഷ്ണകാലം എന്ന് പറയുന്ന ഒരു കാലം ഇല്ലായിരുന്നു, വേനൽക്കാലം എന്ന് പറയുന്ന ഒരു കാലം ഇല്ലായിരുന്നു, ചൂട് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പഴങ്ങളൊക്കെ കെട്ടിവെച്ച് പുളിപ്പിച്ചാൽ അതിനകത്ത് ലഹരി ഉണ്ടാകുന്നതിന് വളരെ പരിമിതികളുണ്ടായിരുന്നു. എന്നാൽ ഈ മാറിയ കാലാവസ്ഥയിൽ നോഹ ആദ്യമായിട്ടാണ് വീഞ്ഞുണ്ടാക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം മുന്നമേ കുടിച്ച അളവിൽ തന്നെ കുടിക്കുമ്പോഴും മുന്നമേ ഉണ്ടായിരുന്ന വീര്യത്തേക്കാൾ കൂടുതൽ വീര്യം ഈ വീഞ്ഞിന് ഉണ്ടായിരുന്നു എന്ന് വേണം ചിന്തിക്കാൻ. അല്ലാതെ നോഹ മനഃപൂർവ്വമായിട്ടൊന്ന് അടിച്ച് പൂസാകാൻ വേണ്ടി അല്പം വീഞ്ഞു കുടിച്ചതായിരിക്കാൻ സാധ്യതയില്ല. വീഞ്ഞു കുടിച്ചു, മുൻപുണ്ടായിരുന്നതുപോലെ തന്നെ ചെയ്തു. പക്ഷേ
പ്രളയത്തിന് ശേഷം കാലാവസ്ഥ വ്യത്യാസം വന്നപ്പോൾ അതിൽ ആൽക്കഹോളിക് കണ്ടന്റ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതായിരിക്കാം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നോഹ എത്തിച്ചേരുവാനായിട്ട് കാരണം. ഇനി അതല്ല, നോഹ വീഞ്ഞു കുടിച്ച് മത്തനായി പോയി എന്ന് പറയുമ്പോഴും നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ദൈവവചനത്തിൻ്റെ സത്യസന്ധതയാണ്. ബൈബിൾ എന്ന പുസ്തകത്തിൻ്റെ ഒരു വിശ്വാസ്യത പ്രവാചകനാണെങ്കിൽ പോലും, നീതിമാനായ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ മാത്രമല്ല, ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ വീഴ്ചകൾ കൂടി എടുത്തു പറയുവാനായിട്ട് മടിയില്ലാത്ത സത്യസന്ധമായ ഒരു വിവരണമാണ് ബൈബിളിലെ വിവരണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലോകത്തിൽ അനേക മതഗ്രന്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ മതനേതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ചരിത്രങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മിക്കവാറും അവരെ വിശ്വസിക്കുന്ന, അവരെ ബഹുമാനിക്കുന്ന ആളുകളുടെ ചരിത്രത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ പുഴുക്കുത്തുകൾ, അവരുടെ ജീവിതത്തിൻ്റെ നിഷേധാത്മകമായ വശങ്ങൾ, അവരുടെ ബലഹീനതകൾ, അതിനെക്കുറിച്ചൊന്നും കാര്യമായ പരാമർശങ്ങളൊന്നും ഉണ്ടാകാറില്ല. അതൊക്കെ നീക്കി വെള്ളപൂശി അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ആളുകൾക്കുള്ളത്, അല്ലെങ്കിൽ മതങ്ങൾക്കുള്ളത്. പക്ഷെ ബൈബിളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ആരെയും വെള്ളപൂശുന്ന പരിപാടിയില്ല. അത് നോഹ പാപം ചെയ്താലും, ദാവീദ് പാപം ചെയ്താലും, ഇനി അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ ആ നുണ പറഞ്ഞ ഒരു എപ്പിസോഡാണെങ്കിലും ശരി, അതെല്ലാം സത്യസന്ധമായിട്ട് അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. നമുക്കറിയാം, എത്ര നീതിമാനായ മനുഷ്യനാണെങ്കിലും ആ മനുഷ്യനും പാപിയായ ഒരു വ്യക്തിയാണ്. പാപമില്ലാത്ത ഒറ്റ നീതിമാനും ലോകത്തിലില്ല. താരതമ്യേന മറ്റു മനുഷ്യരുമായി കമ്പയർ ചെയ്യുമ്പോൾ ചില മനുഷ്യരെ നമുക്ക് നീതിമാന്മാർ എന്ന് പറയാൻ കഴിയുമെങ്കിലും, ശലോമോൻ പറയുന്നത് പോലെ പാപം ചെയ്യാതെ, തിന്മ ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ലോകത്തിലില്ല. നോഹയും നീതിമാൻ എന്ന് പറയും. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നോഹയെപ്പോലെ നീതിയോടെ ജീവിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നില്ല. പക്ഷേ ആ നോഹയ്ക്കും വീഴ്ചയുണ്ടായി. അദ്ദേഹം വീഞ്ഞ് കഴിച്ച് ലഹരി പിടിച്ചു. ലഹരി പിടിച്ചതെന്ന് മാത്രമല്ല, വളരെ പരിഹാസ്യമായ ഒരു സംഭവം കൂടി അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങി കിടന്നു. ഇന്ന് മദ്യം കഴിച്ച് വഴിയോരങ്ങളിൽ വസ്ത്രം മാറിക്കിടക്കുന്ന, വസ്ത്രമില്ലാതെ കിടക്കുന്ന മനുഷ്യരുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാറുണ്ട്. നോഹയുടെ ജീവിതത്തിലെ ആ ഒരു വീഴ്ച അദ്ദേഹത്തെ പരിഹാസ്യമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെയാണ് സദൃശവാക്യത്തിൽ പറയുന്ന ആ ഒരു വചനം ഓർമ്മ വരുന്നത്. 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. അതുകൊണ്ട് വീഞ്ഞിന് അടിമപ്പെടുക, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സുബോധം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ബാലൻസ് നശിപ്പിക്കുന്ന, മറ്റു പല പാപങ്ങളിലേക്കും നമ്മെ തള്ളിവിടുന്ന ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു ശീലമാണ് ഈ ലഹരിയുടെ ഉപയോഗം. ഈ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ സദൃശവാക്യങ്ങൾ 20-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം നമ്മൾ നേരത്തെ വായിച്ചു. ഇനി 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 33-ാമത്തെ വാക്യം പറയുന്നത്, മറ്റു പാപങ്ങളിലേക്ക് നമ്മെ വലിച്ചുകൊണ്ടുപോകുന്ന, നമ്മളെ എത്തിക്കുന്ന ഒരു പാപം കൂടിയാണ്, ഒരു ശീലമാണ് ഈ ലഹരിയുടെ ഉപയോഗം എന്നത്. ഈ 23-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒടുവിലത് സർപ്പം പോലെ കൊത്തും, അണലി പോലെ കടിക്കും, എന്നിട്ട് നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിന്റെ നാവ് വക്രത പറയും. അപ്പം ഇങ്ങനെയുള്ള മറ്റ് പാപങ്ങളിലേക്ക് കൂടി നമ്മെ നയിക്കുന്ന ഒരു തെറ്റാണ്, ഒരു ശീലമാണ് ഈ ലഹരിയുടെ ഉപയോഗം എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആ ലഹരിയുടെ ഉപയോഗം നമുക്കുണ്ടെങ്കിൽ എത്രയും വേഗം അതിൽ നിന്നൊരു മോചനം നമുക്ക് പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നം മാത്രമല്ല, മറ്റ് പല പാപങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്ന, വലിച്ച് ഇഴച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രശ്നം കൂടി ഈ ലഹരിക്കുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവായി നിൽക്കുവാൻ നോഹയുടെ ജീവിതത്തിലെ ഈ പാഠം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തകളാലും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.